ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേനും വേറെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഞാൻ വൈകുന്നേരം ചായക്ക് ബ്രെഡ് ഉണ്ട് എന്നുള്ളൊരു സമാധാനത്തിലാണ് പോയേ. പക്ഷെ അതിന്റെ സൈഡൊക്കെ പൂത്തിരിക്കണം. ഞാൻ വേഗം ചേട്ടനെ വിളിച്ച് പറഞ്ഞു കേട്ടോ. കാണുമ്പോൾ സങ്കടം വരുന്നു. അത്യാവശ്യം വിലയുള്ള സാധനമായിരുന്നു. വലിയ സാൻഡ്വിച്ച് ബ്രെഡായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ബട്ടർ ഇട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ പഴമൊക്കെ കൊടുക്കാന്ന് ഓർത്തേച്ച്. ഇപ്പൊ കാണിച്ചത് ചെമ്മീൻ ചട്ടിയാണ് കേട്ടോ. എൻ്റെ മോൾക്ക് ചെമ്മീൻ ചട്ടിയിലിട്ട് ചോറ് വെട്ടി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാനത് കണ്ടത്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നമ്മുടെ വീടിൻ്റെ പുറകിൽ വാടിയിട്ട് കൊല വന്നിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും തുഞ്ചത്തെ പഴം പഴുത്തിട്ടുണ്ട്. അപ്പോൾ കൊല വെട്ടാറായടാ. ഇനിയിപ്പോൾ എൻ്റെ കണ്ണെപ്പോഴും അതിൻ്റെ മീതെ ആയിരിക്കും കേട്ടോ. അതായത് തിളച്ച ചായ 2 തുള്ളി ഇപ്പോൾ വൈറ്റത്ത് വീണു. ചില സമയത്ത് എനിക്കിതൊരു ശ്രദ്ധക്കുറവുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ഇത്തിരി ശ്രദ്ധക്കുറവ് എനിക്കുണ്ട്. ഞാൻ കൈയോടെ തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസത്തേക്ക് ഞാനിങ്ങനെ കൊല വെട്ടുന്നവരേക്കും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ഏട്ടൻ എന്താ വന്നപ്പോഴത്തേനും അട മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ എത്തിയാൽ ലഞ്ച് ബോക്സ് ഒക്കെ കഴുകി വെച്ചിട്ടാണ് ഞങ്ങൾ വൈകിട്ട് ഒന്നിച്ചത് ചായ കുടിക്കാൻ കേട്ടോ.